ഹലോ ഫ്രണ്ട്സ്, ജാവാസ്ക്രിപ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സാധാരണ ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ജാവാസ്ക്രിപ്റ്റിൽ പ്രൈവറ്റ് വേരിയബിൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിന് ഉത്തരം ഇതാണ്. നമുക്ക് രണ്ട് രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. ഒന്ന് ക്ലോഷർ വഴി, ഒന്ന് നമ്മളുടെ ക്ലാസ്സിനകത്ത് ഹാഷ് എന്നുള്ളത് പ്രിഫിക്സ് ആയിട്ട് കൊടുക്കുക വഴി. അപ്പോൾ രണ്ടും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ക്ലോഷർ ചെയ്യാം. ഇവിടെ ഞാൻ ഫങ്ഷൻ ക്ലോഷർ എന്ന് പറയുന്നു. ഇവിടെ നമ്മളൊരു ലെറ്റ് കൗണ്ട് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു റിട്ടേൺ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ ആരോ ഫംഗ്ഷൻ മതി. ഇവിടെ റിട്ടേൺ കൗണ്ട് എന്ന് പറയുക. ഇത്രയേ ഉള്ളൂ. ഇത് നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ലെറ്റ് CLR ഈക്വൽസ് ക്ലോഷർ എന്ന് പറയുക. CLR ഡോട്ട് കൗണ്ട് എന്നൊന്ന് പറഞ്ഞു നോക്കാം. ഈക്വൽസ് 10 എന്നിവിടെ പറയുന്നു. നമുക്കിങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് വിചാരിക്കും, പക്ഷേ നമുക്കിത് നടക്കില്ല. ഇവിടെ നമുക്കൊന്ന് ലോഗ് ചെയ്യാം എന്താ സംഭവിക്കുന്നതെന്ന്. ഇവിടെ നമ്മൾ ഇവിടെ CLR പറയുക. നമുക്കൊന്ന് കോൾ ചെയ്യാം. കണ്ടല്ലോ, അതിന് മാറ്റം വന്നില്ല, അത് പ്രൈവറ്റായിട്ട് നിൽക്കുന്നു. ഇനി നമുക്കടുത്തത് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ക്ലാസ് ക്ലോഷർ എന്ന് പറയാം. ഇവിടെ നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ ഹാഷ് അല്ലെങ്കിൽ പൗണ്ട് സിമ്പിൾ ഇത് വെച്ചിട്ടാണ് നമ്മളൊരു പ്രൈവറ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാനിവിടെ കൗണ്ട് എന്ന് പറഞ്ഞു, കൗണ്ട് ഇസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് ഒരു ഗെറ്റ് ചെയ്യുന്നൊരു ഫംഗ്ഷൻ കൂടെ എഴുതാം. ഇവിടെ ഗെറ്റ് കൗണ്ട് എന്ന് പറയുക. നമ്മൾ ഈ ഗെറ്റ് കൗണ്ട് ഫംഗ്ഷനകത്ത് റിട്ടേൺ ഹാഷ് കൗണ്ട് എന്ന് പറയുക. ഇത്രയേ ഉള്ളൂ. നമുക്കിവിടെ ഇനി ക്ലോഷറിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ലെറ്റ് CLR1 ഈക്വൽസ് ന്യൂ ക്ലോഷർ എന്ന് പറയുന്നു. നമുക്ക് CLR1 ഡോട്ട് കൗണ്ട് എന്ന് കൊടുത്തു നോക്കാം. ഈക്വൽസ് 10 എന്ന് പറയാം. നമുക്കതൊന്ന് പ്രിൻ്റ് ചെയ്യാം. CLR1 ഡോട്ട് ഗെറ്റ് കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കതൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. നമുക്കതൊന്ന് റൺ ചെയ്യാം. കണ്ടല്ലോ, ഇപ്പോഴും നമുക്ക് ആ 10 എന്ന് കൊടുത്ത് നോക്കിയിട്ട് അത് കിട്ടിയില്ല. 0 തന്നെയാണ് നമുക്ക് റിസൾട്ട് കിട്ടിയിരിക്കുന്നത്.